ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി കട്ലറ്റാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു സവാള ചെറുതാക്കി കട്ടാക്കിയത്, 2 പച്ചമുളക്, മല്ലിയിലൊരു തണ്ട്, കറിവേപ്പില നുറുക്കി വെച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 2 കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി പച്ചമുളകിട്ട് ഇനി കറിവേപ്പില ചെറുതാക്കി നുറുക്കിയതിട്ട് നല്ലപോലെ വഴറ്റുക. മണം മാറിയതിന് ശേഷം സവാള ചെറുതാക്കി നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, നമുക്കിതിൽ മുളക് പൊടി ഇടുന്നില്ല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇവയൊക്കെ നല്ല യോജിപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ബീഫാണ് ആഡ് ചെയ്യുന്നത്. ബീഫ് ഇടുക. എന്നിട്ട് നല്ല ആക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഒടിച്ച് വെച്ച പൊട്ടാറ്റോ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇടണം. ഇനി ഇതിലേക്ക് മല്ലിയില ഇടുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റുക. ഇതിലേക്ക് നല്ല ക്രിസ്പിന് വേണ്ടിയിട്ട്, നല്ല മുരിച്ചിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. 2 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണിത്. നല്ലവണ്ണം വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഈ രൂപത്തിലാണ് എൻ്റേത്. പിന്നെ കുറച്ച് റസ്ക് പൊടിയും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ശരിയാക്കാം. ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് കട്ലറ്റ് ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ കോൺഫ്ലവറിൻ്റെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിടുക. എന്നിട്ട് റസ്ക് പൊടിയിൽ തിരിച്ച് മറിച്ചിട്ട് കോട്ട് ചെയ്യുക. ഇങ്ങനെല്ലാം ആക്കിയെടുക്കുക. ഇത് നമ്മൾ കട്ലറ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായതിനു ശേഷം അതിലിട്ട് ഓയിൽ ഒഴിക്കുക. തീ എപ്പോഴും എണ്ണ ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മിനിറ്റിന് ശേഷം തിരിച്ചിടുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കരിയും. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് കോരി മാറ്റാം. എൻ്റെ കട്ലറ്റ് മുട്ടയൊന്നും ഉപയോഗിക്കാതെ ഞങ്ങൾ ഇങ്ങനെയാണ് കട്ലറ്റ് ഉണ്ടാക്കൽ. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.